ശിയാപ്രവചനം 56 അധ്യായം 1 യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. നമ്മുടെ കർത്താവിൻ്റെ രക്ഷ, മധ്യാകാശ പ്രത്യക്ഷത വരുവാൻ സമയമായി. ദൈവത്തിൻ്റെ നീതി താൻ വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കേണ്ടതിന് മധ്യാകാശത്തിൽ തൻ്റെ പ്രത്യക്ഷത എന്ന നീതി വെളിപ്പെടുവാൻ സമയമായി. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എന്തുമാത്രം കേൾക്കുന്നു, പ്രസംഗിക്കുന്നു, മറ്റുള്ളവർ പറയുന്നു. എന്നാൽ നമ്മൾ ഓരോരുത്തരും എത്രമാത്രം കർത്താവിൻ്റെ വരവിനോട് അടുത്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ ജീവിതം അതിനുവേണ്ടി എത്രമാത്രം ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. നാം ആളുകളിൽ ഒരു സുഖനിദ്രയിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം ഇന്നത്തെ ആത്മീക മണ്ഡലത്തിൽ സംഭവിച്ചിരിക്കുന്നതായ അതേ തെറ്റുകളെക്കുറിച്ച് ബോധമില്ലാതെ, കുറ്റബോധമില്ലാതെ എല്ലാം ശരിയാണെന്നല്ലെങ്കിൽ പലതും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്നാണത് പറയാനിടയായിരിക്കുന്നത്. സ്തോത്രം. അത് യോന ദൈവവിളി തിരസ്കരിച്ച് നിനവയിൽ നിന്നും നിനവിലേക്ക് പോകാതെ തർശീസിലെ കപ്പൽ കയറി. കപ്പലിൻ്റെ അടിത്തട്ടിൽ കിടന്ന് സുഖമായി കിടന്ന് ഉറങ്ങിയതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ദൈവത്തിൻ്റെ വിളിയെയും തിരഞ്ഞെടുപ്പിനെയും മറന്ന് സുഖലോലുപത എന്ന ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്നീ കാലഘട്ടത്തിലെ അവസ്ഥകൾ വിളിച്ചു പറയുന്നു. ദൈവമക്കളുടെയും കർത്താന്റെ ദാസന്മാരുടെ അവസ്ഥകൾ വിളിച്ചു പറയുന്നു. സുഖലോലുപത്വം, ആഡംബര ജീവിതം ഇന്ന് വളരെയേറെ അനേകരിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഉള്ള അന്വേഷണ ദ്വരയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ഈ കാലഘട്ടത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെതായ വളർച്ചയും ശാസ്ത്രത്തിൻ്റെ വളർച്ചയും നമ്മുടെ തലമുറകൾ പണ്ടത്തേതിൽ നിന്നും വിഭിന്നമായി വിദ്യാഭ്യാസ മേഖലകളുടെ ഉയരങ്ങളിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയും ഒക്കെ നടുവിൽ നമ്മുടെ തലമുറകളിൽ തന്നെ ആത്മീയ കാഴ്ചപ്പാട് മാറി. ബഹുഭൂരിപക്ഷം തലമുറകളിലും ആത്മീയ കാഴ്ചപ്പാട് മാറി. ഇന്ന് പണ്ടത്തെ പോലെയുള്ള വിവാഹത്തിൻ്റെതായ ക്രമീകരണവും അതിൻ്റെതായ പശ്ചാത്തലത്തിലുള്ള മുൻപോട്ടുള്ളതായ മനോഭാവങ്ങളും നിന്നോ എന്തോ മാറ്റങ്ങൾ വന്നിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ന് വിവാഹമോചനം എത്രമാത്രം നമ്മുടെ യൗവനക്കാരുടെ ഇടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വിവാഹം വേണ്ട എന്ന നിലയിലേക്ക് ഇന്നത്തെ ആത്മീയമണ്ഡലത്തിലെ യൗവനക്കാരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊരു ധാർമ്മിക മൂല്യ ശോഷണമാണ്. ഇത് കർത്താവിൻ്റെ വചനത്തിൽ നിന്നുള്ള അന്യപ്പെടലാണ്. പ്രിയമുള്ളവരെ, കുടുംബജീവിതത്തിനകത്ത് തന്നെ ഉണ്ടാകുന്ന ഛിദ്രം അതെത്രമാത്രം പല ആത്മീയ ഭവനങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഒരാത്മീയ നിദ്രയിലാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിനെ മറന്ന് നമ്മൾ ഈ ലോകത്തിന് അനുരൂപമായി നമ്മുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാനുള്ള ദ്വരയുടെ അവസ്ഥയിലാണ്. പ്രത്യാശയെ മറന്നിരിക്കുന്നു. നമ്മുടെ വിശ്വാസത്തിൻ്റെ ദർശനം കൈവിട്ടു പോയിരിക്കുന്നു. ആത്മകാഴ്ചപ്പാടുകൾക്ക് മങ്ങലേറ്റിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ സഭാ
വിശ്വാസിക നിലയിലോ സഭയിൽ ശുശ്രൂഷിക്കുന്നവരോ കർത്താൻ വേലയിലുള്ളവരോ എന്ന് വ്യത്യാസമില്ലാതെ കർത്താൻ നമ്മെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് പലരുടെയും കാഴ്ചപ്പാട് മാറി ഉത്തരവാദിത്വങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ജീവിതത്തിൽ സുഖലോലുപത്തിൻ്റെതായ അവസ്ഥയിലേക്ക് താണിറങ്ങി അത് വ്യതിചലനം സംഭവിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുടുംബാരാധനയിൽ കുടുംബ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കുന്ന ആത്മീയ ശോഷണം അതെങ്ങനെയാണെന്ന് കേൾക്കുന്നവരും പലരും അവരുടെ കുടുംബാരാധനയെക്കുറിച്ച് അറിയാം, മനസ്സിലാക്കാൻ കഴിയും. എത്ര പേർ കുടുംബ പ്രാർത്ഥനയിൽ സന്ധ്യാപ്രാർത്ഥനയിലും മറ്റും സംബന്ധിക്കുന്നുണ്ട്? ക്രമമായി എത്രത്തോളം നടക്കാനുണ്ട്? സഭായോഗങ്ങളിലോടുള്ള ആളുകളുടേതായ അനാസ്ഥ എത്രമാത്രമാണ്? അന്ന് ഏതെല്ലാം കാര്യങ്ങൾക്ക് പുറകെ പോകുന്നു? ഇടയോഗങ്ങളിൽ നടക്കുന്ന ആത്മീയ കൂട്ടായ്മകൾ പ്രാർത്ഥനകളിലൊക്കെ എത്രമാത്രം പേർ ഭാഗവാക്കാവുന്നു? നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നാം എത്രമാത്രം മുന്നോട്ടാണോ പുറകോട്ടാണോ? ഒരു ദേശത്തെ സഭയുടെ നിലനിൽപ്പും വളർച്ചയും സഭയിലേക്ക് ജീവിതങ്ങൾ പുറത്തുനിന്ന് വിടുവിക്കപ്പെട്ട് കടന്നു വരുന്നതും അതിന് മധ്യ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനത്തിൻ്റെതായ ഒരു വലിയ കൂട്ടായ്മയിൽ കൂടെ തന്നെയായിരുന്നു. അതിൻ്റെ ഒരു ബലം അതിനകത്തുണ്ടായിരുന്നു. ഈ കാലങ്ങളിൽ അങ്ങനെയുള്ള ദേശത്തിനു വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുകയും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ജീവിതങ്ങൾ വിടുമ്പോൾ മധ്യസ്ഥ അണയ്ക്കുകയും ചെയ്യുന്ന ആ ശ്രേഷ്ഠമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരിന്ന് എത്ര പേരുണ്ട്? അതിനുവേണ്ടി വേട്ടിരുന്ന് പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്യുന്നവർ എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. എല്ലാം ഒരു മങ്ങിയും മയങ്ങിയും ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലത്ത് സഭകളിൽ അരുതെന്ന് പറഞ്ഞ പലതിലും ഇന്ന് പല സഭകളിലും പല ദൈവമക്കളിലും പല ദൈവദാസന്മാരിലും അരുതെന്ന് പറഞ്ഞത് പലതും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അങ്ങനെ ഒരു വല്ലാത്ത ഒരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക്, ആത്മീയ മൂല്യശോഷണത്തിലേക്ക് ഭക്തിയെ ത്യജിച്ച് ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിച്ചു പോകുന്ന ഒരവസ്ഥ. അന്ത്യകാലത്ത് അനേകരുടെ ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയെ ത്യജിക്കുമെന്ന് കാണുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, മരണം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷെ മരണം വരും, തന്നെ ഈ ലോകത്തിൽ കൊണ്ടുപോകുമെന്ന് പലർക്കും വിചാരമില്ല. മരണം തങ്ങളുടെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നുവെന്ന് പലർക്കും വിചാരമില്ല. ഈ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് പോകും എന്നാണ് അവരുടെ ജീവിതത്തിൻ്റെതായ സുഖലോലുപത്വവും അവരുടെ ജീവിതത്തിൻ്റെതായ കഠിനാധ്വാനവും അവരുടെ ജീവിതത്തിൻ്റെതായ ആത്മീയ നിർവിചാരികത്തോടുള്ളതായ അവരുടേതായ ജീവിതാവസ്ഥയും കാണുമ്പോൾ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിന്റെ വരവ് നനച്ചറിയാത്ത നാഴികയിൽ വരും, കള്ളനെ പോലെ വരും എന്ന് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം എല്ലാവർക്കും അറിയാം. പക്ഷേ അതിനോടുള്ളതായ ആ സമീപനം ജീവിതത്തിൽ എങ്ങനെയുണ്ട്? ആ വചനവും ജീവിതവും തമ്മിൽ അതുപോലെ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകാനായിട്ട് കഴിയുന്നു? ഏത് സമയത്തും കർത്താവ് വന്നാൽ എടുക്കപ്പെടുവാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മുടെ മനോഭാവങ്ങളും കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ്. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വരവ് ഏത് സമയത്തുമാകാം, എപ്പോൾ വേണേലുമാകാം. അതുകൊണ്ട് ഈ കാലയളവിൽ വചനത്തിൽ പറഞ്ഞേക്കുന്നതായ കാര്യം, സ്തോത്രം, വചനത്തിൽ ഇപ്രകാരം പറഞ്ഞു: സിയോനെ ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധകരമായ യെരൂശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടികുടഞ്ഞുകളാക യെരൂശലേമേ, എഴുന്നേറ്റ് ഇരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, സ്തോത്രം, നാം യഥാർത്ഥമായും
ഒരു ആത്മീയമായൊരു മടങ്ങൊരു ആവശ്യമാണ്. 51 അധ്യായത്തിൽ യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക, പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീ അല്ലയോ? പണ്ടത്തെ തലമുറകളെ നോക്കി പണ്ടത്തെ പൂർവ്വപിതാക്കന്മാർ കാണിച്ച ആത്മിക ജീവിതത്തിലും ആരാധനയിലും കർത്താവിന് വേണ്ടിയുള്ളതായ പ്രവർത്തനം കാണിച്ച ആ തീഷ്ണതയിലേക്കും ഉത്സാഹത്തിലേക്കും ആത്മീയമുണർവിലേക്കും ആ വിശുദ്ധിയിലേക്കും മടങ്ങി വരുവാൻ ഈ തിരുവചനത്തിലൂടെ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നേടിയതൊന്നും നമ്മൾ മരണാനന്തരം കൊണ്ടുപോവുകയില്ല. നേടിയ കീർത്തിയും ധനവും സമ്പത്തും സമ്പാദ്യവും തലമുറകളും ഒന്നും നമ്മളെ മരണാനന്തരം കൊണ്ടുപോവുകയില്ല. എന്നാൽ മരണാനന്തരം നമ്മുടെ ആത്മാവിൻ്റെ നിത്യത സ്വർഗത്തിലോ നരകത്തിലോ. ഈ വിഷയത്തിനടുവിൽ ഒരു പുനർജനനത്തിന് ഒരുങ്ങാൻ ക്രമീകരിക്കാം. ഈ വചനങ്ങളെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.